ഇന്ന് നല്ല സന്തോഷമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാർ ജെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ മൂന്നാമത്തെ ഒരു ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറാമിക് കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ ചെയ്യാറില്ല. വാച്ച് പോളിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ചെയ്യാറ്. സെറാമിക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇല്ല. കാരണം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയിലിട്ട് നമുക്ക് സെറാമിക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. ആ ഗ്യാരേജിന് 2 ഗ്യാരേജ്, മാളയിലുള്ള ഗ്യാരേജ് ആയാലും അതേപോലെ തന്നെ നമ്മളുടെ കരുപ്പടനയിലുള്ള ഗ്യാരേജ് ആയാലും പെയിൻറ്റിങ്ങിൽ തന്നെ വണ്ടി ഒരുപാട് വന്നിരിക്കണ കാരണം സെറാമിക് ഞങ്ങൾ ചെയ്യണില്ല, വാച്ച് പോളിഷിങ് ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാറ് പതിവ്. അപ്പോൾ ആ ഒരു പോരായ്മ നമ്മൾ നിർത്താനും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും ഈ ഒരു ഗ്യാരേജിൽ എടുക്കുന്നുണ്ട് കേട്ടോ. പെയിൻറ്റിങ്ങും ആയിട്ട് നമ്മളൊരു ഗ്യാരേജ് ഇതേ എടുത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനാണ് ഉള്ളത്. ഒരു ഗോഡൗൺ സെറ്റപ്പിലാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു സംഭവം സ്പേസ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതൊരു നല്ലൊരു ബോഡി ഷോപ്പ് ഗ്യാരേജും പ്ലസ് സെറാമിക് ചെയ്യുന്ന ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററായിട്ടും ഇത് ഇനി രൂപപ്പെടും കേട്ടോ. ഇത് വരുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ ഈ കൊടകരയ്ക്കൊക്കെ അടുത്തായിട്ട് വരും, അതേപോലെ കല്ലേറ്റിങ്കര ഭാഗത്തൊക്കെ അടുത്തായിട്ട് വരും, ഇരിഞ്ഞാലക്കുടയൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മുരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഗ്യാരേജ്, പുതിയ തുടങ്ങാൻ പോണ ഗ്യാരേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാരേജിലേക്ക് വേണ്ടിയിട്ട് സെറാമിക്കൊക്കെ ചെയ്ത് പരിചയമുള്ള ടെക്നീഷ്യനെ ആവശ്യമുണ്ട്. താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ഈ ഗ്യാരേജിൽ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റിങ് നല്ല രീതിയിൽ പെയിൻറ്റിങ് ചെയ്യുന്ന ടെക്നീഷ്യനെയും ആവശ്യമുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഈ വീഡിയോ. അതായത് സെറാമിക് ചെയ്ത് പരിചയമുള്ള ഒരു ടെക്നീഷ്യനെയും അതേപോലെ തന്നെ കാറിൻ്റെ പെയിൻറ്റിങ് ചെയ്ത് പരിചയമുള്ള ഒരു ടെക്നീഷ്യനെയും നമുക്ക് ആവശ്യമുണ്ട്. ഈ കാറിൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരു ഹെൽപ്പറേയും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്ന സ്ഥലം മുരിയാട് കേട്ടോ, ആമ്പല്ലൂരൊക്കെ അടുത്തായിട്ട് വരും. ഇതിപ്പോൾ നമ്മൾക്ക് ഈ ടെക്നീഷ്യന് താമസ സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഗ്യാരേജിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഗ്യാരേജിലുണ്ട്. ഇതാണ് നമ്മുടെ ഗ്യാരേജിൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇത്ര ഏരിയ ഉണ്ട്, ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ എടുത്ത് ഫുള്ളായിട്ട് ഇനി ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് സെറ്റപ്പ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഗ്യാരേജിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ കോലം ഇങ്ങനെയാണ്. നമുക്ക് ഭാവിയിൽ പതുക്കെ നമുക്ക് മാറ്റണം. അതായത് 1 മാസത്തിനുള്ളിൽ സെറ്റ് ചെയ്യണം. ഓഫീസും സെറ്റപ്പൊക്കെ ആയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതേപോലെ ഇതൊരു കസ്റ്റമർ ലോഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ടെക്നീഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് താമസിക്കാമെന്നുള്ള രീതിയിൽ നമുക്ക് കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു ടെക്നീഷ്യൻ വന്നാൽ ബാത്റൂം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഗ്യാരേജിൽ തന്നെ ഉണ്ട്. അതിനുള്ള താമസ സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗ്യാരേജിൽ തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ടെക്നീഷ്യന് അതേപോലെ തന്നെ പെയിൻറ്റർമാർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കേഴ്സിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പെയിൻറ്റിങ് ബൂത്ത് വേണം നമുക്ക്. അതേപോലെ തന്നെ ഒരു സെറാമിക് ചെയ്യാനുള്ള നല്ല ഒരു ബൂത്തും വേണം. പിന്നെ വണ്ടികൾ നമുക്ക് സാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയയിൽ ഇതിനാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗ്യാരേജ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. 2 ഗ്യാരേജ് നമുക്കുണ്ട്. അപ്പോൾ ആ ഗ്യാരേജിൽ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. കാരണം ഓൾറെഡി ഇപ്പോൾ 2 ഗ്യാരേജും നല്ല ടൈറ്റാണ്. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെയ്തു പോകണമുണ്ട്. അപ്പോൾ ആ ഒരു ചില കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ നമുക്ക് അയ്യോ ചേട്ടാ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, തിരക്കെന്ന് പറയുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമുക്കും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇത് പരിഹരിക്കാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അതേപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതൊരു ഗ്യാരേജ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അധികം വൈകാണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ കാർ ജെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മൾ ഗ്യാരേജ് ഒന്ന് ഈ കോലത്തിൽ കാണിച്ചതാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇത് മാറിയിട്ടുള്ള കോലം കാര്യങ്ങളൊക്കെ നമുക്ക് അധികം വൈകാണ്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഗ്യാരേജിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം.